പ്രേസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് ആരാധന, ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും ആരാധനയും ഏക സത്യ നിത്യദൈവമായ എൻ്റെ കർത്താവായ തമ്പുരാന്. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ മോഹിനി അശോകൻ പൂമരുതിക്കുഴിയിൽ നിന്ന്. ആമേൻ. ദൈവവചനത്തിൽ നിന്ന് എനിക്ക് കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം ഒരു വചനം വായിച്ച് ദൈവസനിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ദൈവം ആമേൻ നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളേറ്റവും അടുത്ത തുണിയായാണ്. ഇതൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന വചനമാണ്. അപ്പോൾ തന്നെ ആമേൻ ഈ സത്യ സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തെ അറിഞ്ഞ ദൈവജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യേക ദൗത്യമാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, സുവിശേഷം അറിയിച്ചില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന്. ആ കഷ്ടത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജനം ഒഴിഞ്ഞിരിപ്പാൻ ആമേൻ സത്യസുവിശേഷവുമായി ഇറങ്ങിത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഹല്ലേലൂയ പരസ്യയോഗങ്ങൾ ആമേൻ ഭവനങ്ങൾ കയറി ഇറങ്ങി യേശുവാണ് രക്ഷകനെന്ന് പറയുന്നു. അതെന്തുകൊണ്ട് പറയുന്നു? ആമേൻ അത് ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പറയുന്നു. കർത്താവിനെ ഭയപ്പെടുന്നത് കൊണ്ട് പറയുന്നു. ആമേൻ ദൈവവചനം എന്താണ് പറയുന്നത്? ആമേൻ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് സാക്ഷിപ്പാനും ശുശ്രൂഷിപ്പാനുമാണ്. ആമേൻ കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നത് ഈ കാലങ്ങളിൽ ആമേൻ നമ്മൾ ചെയ്യുന്നത്. ആമേൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിലും വലിയവർക്ക് ആമേൻ നമ്മളിലും ഹല്ലേലൂയ കഷ്ടത അനുഭവിക്കുന്ന ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം പറയുന്നു. കഷ്ടത അനുഭവിക്കുന്ന ജനത്തെ ആമേൻ നാം പോയി കാണുക, അവരോടുകൂടെ പാർക്കുക, കണ്ണീരുള്ളിടത്ത് കടന്നു പോവുക, ആമേൻ വേദനയുള്ളിടത്ത് പോവുക, അവരെ ആശ്വസിപ്പിക്കുക. ആമേൻ മരണമുള്ള ആമേൻ വീട്ടിലെ ഹല്ലേലൂയ മരിക്കുന്നിടത്ത് ആമേൻ ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കാനും ആമേൻ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിപ്പാനും തിരുവചനം പറയുമ്പോൾ ഹല്ലേലൂയ നമ്മളും അങ്ങനെയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഒരു പാട്ടിൻ്റെ 2 വരികൾ പാടുകയാണ്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരും അതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരും അതിൻ താമസമേറെയില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. ഹല്ലേലൂയ. അതെ, കർത്താവിൻ്റെ വരവായി. ഹല്ലേലൂയ. ഞാൻ വായിക്കുന്ന വചനം ആമേൻ ദൈവത്തിൻ്റെ വചനത്തിൽ ഇത് പറയാതെ എങ്ങനെ അറിയും? ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇത് എഴുതി വയ്ക്കാതെ ഈ ബൈബിളിലെ വചനം ആമേൻ മറ്റുള്ളവരോട് പറയണമെങ്കിൽ ആരെങ്കിലും ഒന്ന് ഹല്ലേലൂയ ഒന്ന് പറയണമല്ലോ. അവൻ ഭയന്നിട്ടോ ഭയപ്പെട്ടിട്ടോ ദൈവത്തിൻ്റെ വചനം ഭയത്തിൻ്റെ ആത്മാവ് കൊണ്ടല്ല, ഇത് പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ പേരിലാണ് സുവിശേഷ വിരോധിയായ കർത്താവിൻ്റെ മക്കളെ ഉപദ്രവിച്ച ഈ മോഹിനി അശോകൻ ഇന്ന് ഈ സത്യവേദ പുസ്തകം ഹല്ലേലൂയ എടുക്കുവാനും ഈ വചനത്തിൽ നിൽക്കുവാനും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുവാനും ഇടയാകുന്നത്. 1 കൊരിന്ത്യർ 10:14 വാക്യം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് പ്രിയരെ വിഗ്രഹാരാധന വിട്ടുവിടുവിൻ. 6 ഹല്ലേലൂയ 9 ആമേൻ 1 കൊരിന്ത്യർ പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ആമേൻ അങ്ങനെ തന്നെ പറയുമ്പോൾ അങ്ങനെ തന്നെയോ ഒന്ന് നമുക്കൊന്നുകൂടെ പരിശോധിക്കാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നു തമ്പുരാൻ്റെ വചനം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21 അധ്യായം ഹല്ലേലൂയ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹല്ലേലൂയ. 21 അധ്യായം 7 വാക്യം മുതൽ, ജയിക്കുന്നത് പിന്നെ ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവനെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ദൈവത്തെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ആമേൻ ദൈവം ആമേൻ നമുക്ക് ദൈവവും നമ്മൾ അവർക്ക് ആമേൻ മകനുമായിരിക്കുമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഇതൊന്നുകൂടെ ശ്രദ്ധിച്ചോണേ. ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കേൾക്കും? ആമേൻ മറ്റുള്ളവർ പറഞ്ഞില്ലെങ്കിൽ, മറ്റുള്ളവർ ഇത് വായിച്ചില്ലെങ്കിൽ, മറ്റുള്ളവർ ഇത് വിളിച്ചു ഘോഷിച്ചില്ലെങ്കിൽ ആമേൻ ഞാൻ എങ്ങനെ അറിയുമായിരുന്നു? ഇത് എന്നെപ്പോലുള്ള എത്രയോ ആൾക്കാർ ഇതെങ്ങനെ അറിയുമായിരുന്നു? ലക്ഷക്കണക്കിന് ആൾക്കാർ ഹല്ലേലൂയ. ഇന്ത്യ മഹാരാജ്യത്തല്ല, കോടാകോടി ജനങ്ങൾ സുവിശേഷം ആമേൻ അന്നത്തെ ദൈവഭക്തന്മാർ പറഞ്ഞതിൻ്റെ പേരിലാണ് സുവിശേഷം പ്രതി ഒത്തിരി പേര് പീഡകൾ അനുഭവിച്ചാലും ഈ ദൈവവചനം പറഞ്ഞാൽ ബാക്കി നമുക്കൊന്നും നോക്കാം. എന്താണ്? ഞാൻ അവനെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബ ആരാധികൾ എന്നിവർക്കും പോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പുകയിലത്രേ ഇത് 2ാമത്തെ മരണം. ഹല്ലേലൂയ. അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നതാ സഹോദര സഹോദരി പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു ആമേൻ 7 വാക്യം കൊണ്ട് ഇത് അവകാശമായി ലഭിക്കും. ആർക്ക്? ഹല്ലേലൂയ ദൈവത്തിൻ്റെ പൈതൽ. എന്നാൽ ദൈവത്തെ അറിയാത്ത ജനത്തോട് പറയാൻ, എന്നാൽ ഭീരുക്കൾ ആമേൻ സുവിശേഷം നിമിത്തം ഭീരുത അനുഭവിച്ച് സുവിശേഷം പറയാൻ മടിക്കുന്ന സഹോദര, ഇല്ലെങ്കിൽ ആമേൻ പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ മടിക്കുന്ന, എനിക്കൊരു ഭയം
അഭിപ്രായവുമില്ല. ദൈവം എന്നെ ആക്കിയിരിക്കുന്നതും എന്നെ വിളിക്കുന്നതും എൻ്റെ കർത്താവ് ഹാലലുയ ആണെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആരുടെ മുന്നിലും പറയും യേശുവാണ് രക്ഷകനെന്ന്. ഹാലലുയ. അത് ഈ സത്യസുവിശേഷം പറയുന്നതാണ് പറയുന്നത്. മറ്റൊരാൾ പറഞ്ഞിട്ടോ മറ്റൊരാൾ പ്രേരിപ്പിച്ചിട്ടോ ഒന്നുമല്ല പറയുന്നത്. ഹാലലുയ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, വിശ്വാസമില്ലാത്ത സഹോദര സഹോദരി, ആമേൻ, ദൈവത്തിൻ്റെ വചനം പറയുന്ന അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവനാണ് അറയ്ക്കപ്പെട്ടവൻ. ഹാലലുയ. കൊലപാതകന്മാർ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തുകൊണ്ടും കൊല ചെയ്യുന്നവനെ, ദുർനടപ്പുകാർ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്ത് ആമേൻ ലോക ഇമ്പത്തിലും ലോക സുഖത്തിലും സഹിക്കുന്ന ആമേൻ പോകുന്ന വരുന്ന സഹോദര സഹോദരി, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ആമേൻ, ക്ഷുദ്രം ചെയ്യുന്നവനെ, ബിംബ ആരാധികൾ, ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ബിംബ ആരാധികൾ. ഇത് ഞാൻ പറയുന്നതല്ല, മോഹിനി അശോകൻ പറയുന്നതല്ല. സത്യവേദ പുസ്തകം 21-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ ഹല്ലേലൂയ 8-ാം വാക്യമാണ് പറയുന്നത്. ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്യിലത്ര. ഇത് 2ാമത്തെ മരണം. ഹല്ലേലൂയ. ഇത് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ആമേൻ ഇന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്ന, ഇന്ന് ഞങ്ങളെ ആമേൻ നിന്ദിക്കുന്ന, ഇന്ന് ഞങ്ങളെ പഴിക്കുന്ന സഹോദര, ആമേൻ ഇതേ സ്ഥാനത്ത് ഞങ്ങളും ആകണം. ഹല്ലേലൂയ. ആയിത്തീരും. അതുകൊണ്ട് ഭീരുത്വമില്ലാതെ ഈ സത്യസുവിശേഷം വിളിച്ചു പറയും. ആമേൻ. അതുകൊണ്ട് ദൈവത്തിന് അറപ്പായ 7 കാര്യങ്ങളും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. ദൈവത്തിന് അറപ്പായ 7 കാര്യങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് അറപ്പായ 7 കാര്യങ്ങളൊന്ന്, ഗർവമുള്ള കണ്ണ്. ആമേൻ. മറ്റുള്ളവനെ നോക്കി, ആമേൻ, ദൈവവൈതലിനെ നോക്കി, ദൈവജനത്തെ നോക്കി, സുവിശേഷം പറയുന്നവനെ നോക്കി, നീ ഗർവമുള്ള കണ്ണോടെ ആമേൻ നിൻ്റെ ഉന്ത്യ കണ്ണും കൊണ്ട് വന്ന് ഹല്ലേലൂയ നീ നിനക്ക് ഇഷ്ടമില്ലാത്ത കാഴ്ച പോലെ സുവിശേഷം വചനം കണ്ടിട്ട് നീ ഗർവിച്ചാൽ ആമേൻ നിനക്കതിനുള്ള ശിക്ഷ വരാൻ പോകുന്നതെന്ന് ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു. ഹല്ലേലൂയ. വ്യാജമുള്ള നാവ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനത്തിന് നേരെ വ്യാജമായിട്ട് സംസാരിക്കുന്ന നിൻ്റെ നാവ്. ഹല്ലേലൂയ. കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ. ഹല്ലേലൂയ. ആമേൻ. തമ്പുരാൻ്റെ തിരുവചനം പറയുകയും സുവിശേഷത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, കർത്താവിൻ്റെ വചനം പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് എന്ത് ആമേൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഇത്ര ഇത്, നിങ്ങൾ എന്തിനാ ആമേൻ ഭീതിപ്പെടുന്നത്? ആമേൻ. ഇതിന് ദൈവത്തിന് എല്ലാവരെയും ഒന്നും വേണ്ടാന്നേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദര, ഇതിനെതിരെ നിൽക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന് എല്ലാവരെയും ഒന്നും വേണ്ട. കർത്താവിൻ്റെ വചനം പറയുന്നു, തമ്പുരാൻ ആമേൻ പത്രോസിൻ്റെ പടകിൽ കയറി തനിക്ക് ബോധിച്ചവരെ, അങ്ങനെ ഒരു ബോധിച്ചപ്പെട്ട കൂട്ടത്തിലാണ് മോഹിനി ഉള്ളത്. തനിക്ക് ബോധിച്ചവരെ തൻ്റെ ഹല്ലേലൂയ അടുക്കലാക്കി. ആമേൻ. കുറ്റമില്ല ദുരുപായം നിരൂപിക്കുന്ന ആമേൻ ഹൃദയം. ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ ജനത്തിന് നേരെ ചിന്തിക്കുന്നതിൻ്റെ ഹൃദയമുണ്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ. പോഷ്ക് പറയുന്ന ആമേൻ കള്ളസാക്ഷി. ആമേൻ. ദൈവജനത്തിന് നേരെ പോഷ്ക് പറഞ്ഞുണ്ടാക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, സഹോദരന്മാരുടെ ആമേൻ 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 മധ്യത്തിൽ വഴക്കുണ്ടാക്കുന്നവൻ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവന് ആമേൻ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആമേൻ ദൈവ ന്യായവിധി വരാൻ പോകുന്നു. കർത്താവ് വരാറായി, ഒരുങ്ങിക്കോ. എൻ്റെ യേശു കർത്താവ് വരാറായി. ഇന്ന് മതിലിൽ എഴുതിയത് നിങ്ങൾക്ക് മായ്ക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ എഴുതിയത് എങ്ങനെ മായ്ക്കും? ആമേൻ. മരിക്കുവോളം ഈ സത്യസുവിശേഷം വിളിച്ച് പറയുന്നത് ആമേൻ കർത്താവ് പറഞ്ഞിട്ടാണ്. നിങ്ങൾ എന്നെ ഇനി ഇതിൻ്റെ കമൻറ്റിൻ്റെ കീഴിൽ വന്ന് എന്തൊക്കെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാലും എനിക്കതിനകത്ത് യാതൊരു കാര്യമില്ല. പറയുന്ന വചനം പറയേണ്ട പോലെ പറഞ്ഞിരിക്കും. ഹല്ലേലൂയ. വിദ്യാഭ്യാസമൊക്കെ കുറവാണ്, പക്ഷേ സുവിശേഷത്തിൽ വചനത്തിൽ എഴുതിയ വാക്ക് മാത്രമേ ഞാൻ വായിക്കത്തുള്ളൂ. അത് സത്യമാണ്. അത് നിന്നു പോകുന്നതല്ല. തിരുവചനം പറയുന്നു, ആദിയും അന്തവും അൽഫയും ഒമേഗയും ആമേൻ വീണ്ടും വരുന്നവനുമായ എൻ്റെ യേശു പോയതുപോലെ മടങ്ങി വരുവാൻ സമയമായി. കർത്താവിൻ്റെ ന്യായവിധി ദൈവഭവനത്തിൽ നിന്ന് തുടങ്ങുമെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവഭവനമെന്നും പറഞ്ഞ് ഹല്ലേലൂയ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, ആമേൻ ദൈവജനത്തിന് നേരെ നിങ്ങളും ആമേൻ ഞാൻ പറയുന്നില്ല. ആമേൻ. ഒരുങ്ങിയിറങ്ങിന്നാൽ ഈ ന്യായവിധി വന്ന് ഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കാലങ്ങൾ ഇനി ഏറെയില്ല, കാത്തിരിക്കാം. കർത്താവേ, എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ ആമേൻ ആമേൻ.